ജെയിൻ, ഓരോ മനുഷ്യരും അവിടെ നിന്നും സങ്കടത്തോടു കൂടി സംസാരിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടവരുണ്ട്, ഉള്ളതെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ഒരു വീട് വിട്ടെറിഞ്ഞിട്ട് മറ്റിടങ്ങളിലേക്ക് പോകുന്നവരാണ്. ഇതിനൊക്കെ ആരാണ് ഇനി ഉത്തരം പറയാൻ പോകുന്നത്? മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമാണ്, അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടക്കുന്നത് എന്ന് പലപ്പോഴും പറഞ്ഞതാണ്. വിള്ളൽ കണ്ടെത്തി 24 കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകിയതാണ്. എന്നിട്ട് പോലും നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് മേൽ മാത്രമേ ഈ കുറ്റം നമ്മൾക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റുകയുള്ളൂ. അവരാണ് മറുപടി പറയേണ്ടത്. എത്ര പെട്ടെന്ന് ഇനി പരിഹാരം കാണാൻ പറ്റും? ഒന്നുമില്ലാതായിരിക്കുകയാണ് ഇവർ ഓരോരുത്തരുടെ കയ്യിലും. തീർച്ചയായിട്ടും പൂജ, അങ്ങനെ തന്നെയാണ്. ഒരു കൂട്ടം മനുഷ്യർ അവർക്ക് കിടപ്പാടം പോലും ഇല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത് ഇവിടെ ഉണ്ടായ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായിട്ടുള്ള മണ്ണെടുപ്പും അതോടൊപ്പം തന്നെ റോഡ് നിർമ്മാണവുമാണ് ഈ വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ മണ്ണ് ഇടിഞ്ഞു വന്നിരിക്കുന്ന ഭാഗം കാണാൻ കഴിയും. അത്ര ഉയരത്തിൽ നിന്നാണ് ആ മണ്ണ് ഇടിഞ്ഞ് പോന്നിരിക്കുന്നത്. അതൊരു വിശാലമായ ഒരു സ്ഥലത്ത് നിന്ന് താഴേക്ക് മണ്ണ് ഊർന്നു പോരുകയാണ് ഉണ്ടായിരിക്കുന്നത്. ദേശീയപാതയിലാണ് ഏതാണ്ട് ബഹുഭൂരിപക്ഷവും മണ്ണും കിടക്കുന്നത്. ഒരു ചെറിയ ഭാഗം മാത്രമാണ് താഴേക്ക് പതിച്ചത്. അതല്ലായിരുന്നെങ്കിൽ ഇതിലേക്കാൾ വലിയൊരു ദുരന്തം ഈ നാടിന് നേരിടേണ്ടി വന്നേനെ. മഴയുണ്ടായിരുന്നില്ല. മഴ ഉണ്ടാകാതിരുന്നത് തന്നെ ഒരു ഭാഗ്യമായി കാണാം. കാരണം മഴയുണ്ടായിരുന്നെങ്കിൽ അതൊരു ഉരുൾപൊട്ടലായി മാറാനുള്ള സാധ്യതയുമുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രദേശത്തുള്ള ജനപ്രതിനിധികളടക്കം ആ പന നിൽക്കുന്ന ആ ഭാഗത്ത് അടക്കം പോയതാണ്. അവിടെ വലിയ രീതിയിൽ ഭൂമിയിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്, മണ്ണ് ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള ആളുകളെ ജനപ്രതിനിധികളടക്കം ഇടപെട്ട് അവരെ ഇന്നലെ ഉച്ചയോടുകൂടി ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. ആ ക്യാമ്പുകളിലേക്ക് മാറിയതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറയാൻ സഹായിച്ചു. 2 പേർ മാത്രമാണ് അപകടത്തിൽപ്പെട്ടത്. അവർ സമീപത്തെ വീട്ടിലേക്കാണ് മാറിയിരുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അവർ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ബിജുവും അതോടൊപ്പം തന്നെ സന്ധ്യയും അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരമൊരു മനുഷ്യനിർമ്മിതമായ ദുരന്തമുണ്ടായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ CAയുമായിട്ട് സംസാരിച്ചു. ഒരു അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ റോഡിൻ്റെ അശാസ്ത്രീയവുമായി ബന്ധപ്പെട്ട് നിയമ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. കാരണം ഇത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു വർക്കാണ് നടക്കുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം. പക്ഷേ ഇത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം അതേ അളവിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടക്കുന്നത് എന്ന ചോദ്യമുണ്ട്. ആ കാര്യത്തിൽ എന്തായാലും ഇതുവരെ അധികൃതർ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് കാണാം, അതൊക്കെ ആ വീട്ടിലൊക്കെ ആളുകൾ താമസിച്ചിരുന്ന വീടാണ്. ആ വീടൊക്കെ പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ ലക്ഷം വീട് കോളനിയാണ്. വളരെ പാവപ്പെട്ട ആളുകളാണ്. നമുക്കറിയാം, ലക്ഷം വീട് കോളനിയിൽ ആദ്യം നിർമ്മിക്കുമ്പോൾ ഒരു മുറിയും അടുക്കളയും മാത്രമേ ഉണ്ടാകൂ. അതിനുശേഷം സ്വന്തം വരുമാനത്തിൽ നിന്നൊരു ഭാഗം മിച്ചം വെച്ച് അവർ നിർമ്മിച്ചതാണ് ഇത്തരം വീടുകൾ, അല്ലെങ്കിൽ വലിപ്പം കൂട്ടിയതാണ് ഈ വീടുകൾ. ഈ വീടുകളിൽ നിന്ന് അവർക്ക് എന്നേക്കുമായി ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം ഇന്നിപ്പോൾ മണ്ണിടിച്ചിലുണ്ടായി, നാളെ അത് വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം മണ്ണ് ആ മേളിൽ അപകടാവസ്ഥയിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ നാട് വിട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് ഇതിന് അധികൃതർ നൽകുന്ന മറുപടി എന്ന കാര്യം വ്യക്തമല്ല. ഈ കാര്യങ്ങളൊന്നും ഇതുവരെ വിശദീകരിക്കപ്പെട്ടിട്ടില്ല. പൂജ, ജയനാണ് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്. ഇനി മുന്നിലേക്ക് എന്താണ് എന്നുള്ള ചോദ്യമാണ് ഓരോരുത്തർക്കും മുന്നിൽ നിൽക്കുന്നത്. കാരണം കുറേ പേർക്ക് വീട് നഷ്ടമാകുന്നു, ഒന്നുമില്ലാതായി പോകുന്നു. മറ്റു ചിലർ ഇനിയും അവിടെ ദുരന്തം നിലനിൽക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഉള്ളതെല്ലാം കയ്യിൽ എടുത്തുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് പോകുന്ന ഭീകരമായ ഭയാനകമായ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് അവിടെ നിന്നും കാണാൻ പറ്റുന്നത്. ഇതിന് ആര് മറുപടി പറയും? എന്ത് നടപടി ഉണ്ടാകും? എന്താണ് വിശദീകരിക്കാൻ പോകുന്നത് എന്നതൊക്കെ പ്രധാനമാണ്. എത്രയൊക്കെ വിശദീകരണം നൽകിയാലും നടപടികളെടുത്ത് മുന്നിലേക്ക് പോയാലും കുറേ പേരുടെ ജീവിതമാണ് ഇല്ലാതായിരിക്കുന്നത്. ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. മറ്റൊരാൾ ഗുരുതരമായി ചികിത്സയിലാണ്. വീടും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ട കുറേ മനുഷ്യരെ കുറിച്ചുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നതും.